സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. നല്ല സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി എല്ലാം തിളച്ച് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതവിടെ ഒന്ന് മാറ്റി അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി അടുപ്പിലൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞെടുത്ത നല്ല പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിനുശേഷം ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മറ്റു ഓയിലുകളൊന്നും ആവശ്യമായിട്ടില്ല. നെയ്യ് മാത്രമാണ് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഈ അടുപ്പിൽ ഇരുന്ന് ഇത് തിളച്ച് അതിൻ്റെ പൾപ്പെല്ലാം ശർക്കര പാനിയുമായിട്ട് യോജിച്ചൊന്ന് കുറുകി വരും. അങ്ങനെ ആ കുറുകി വരുന്നിടം വരെ നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു, 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് തിളച്ച് വന്നിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിള വരുമ്പോൾ നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനായിട്ടൊരു താളിപ്പ് ആവശ്യമായിട്ടുണ്ട്. അതിനും നെയ്യാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നമ്മളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.